ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ജാനുവരി 2025 സെഷനിലേക്കുള്ള റീ രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള വിവരം എല്ലാ ഇഗ്നോ ലേണേഴ്സ് അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതായത് 6 മാസം കൂടുമ്പോൾ എക്സാം വരുന്ന കോഴ്സുകളാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇയർലി ആണ് എക്സാം വരുന്നതെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്ത് ഫീ പേ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വർഷത്തെ പേപ്പറുകൾ എടുക്കാനും അതിന്റെ എക്സാംസ് എഴുതാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി ഒരുവിധം ഇപ്പൊ ഇഗ്നോയിൽ തന്നെ ഓൾറെഡി കോഴ്സിന് എൻറോൾ ചെയ്ത് 1-2 റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയുകയുണ്ടാവും. ശ്രദ്ധിക്കേണ്ട പോയിന്റ്സും അവർക്ക് അറിയുകയുണ്ടാവും. പക്ഷെ അതേ സ്ഥാനത്ത് ആദ്യമായി ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു വർഷം തികയുന്ന അല്ലെങ്കിൽ 6 മാസം തികഞ്ഞ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്ന അല്ലെ ഫസ്റ്റ് ടൈം ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്റ്റുഡന്റ് പോർട്ടലിനെ പറ്റി സംശയം ഉണ്ടാവാം, പേയ്മെന്റിനെ പറ്റി സംശയം ഉണ്ടാവാം, കോഴ്സ് സെലക്ഷനെ പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് ദൂരീകരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ പറയട്ടെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫസ്റ്റ് സെം കഴിഞ്ഞിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എന്തായാലും വരുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക, സോ ദാറ്റ് അവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇതിലെ കാര്യങ്ങൾ യൂസ്ഫുൾ ആവട്ടെ. ലേൺ വൈസ് ആദ്യമായി കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട കാര്യം, നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ ഏത് സ്റ്റുഡന്റ് പോർട്ടലിൽ നിങ്ങൾ കയറി ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഗ്നോയിൽ കൊടുത്തിട്ടുള്ള സെയിം ഫോൺ നമ്പറും സെയിം മെയിൽ ഐ ഡി തന്നെ നിങ്ങൾക്ക് ഇതിലും ആവശ്യം വരുന്നുള്ളതാണ്. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു OTP വരാനുണ്ട്. അപ്പൊ ഇഗ്നോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് ഈ OTP വരിക. അല്ലാതെ നിങ്ങൾ ഏത് മെയിൽ ഐ ഡി കൊടുത്താലും ശരി, ഈ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് മാത്രമേ OTP വരുള്ളൂ. അതുകൊണ്ട് ആ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൽ വരുന്ന OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റുക. പാസ്വേഡ് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടലിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുക, ജനുവരി 15, 2025 ആണ്. അതുകൊണ്ട് തന്നെ ജനുവരി 15 മുമ്പായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് റെസീപ്റ്റ് ജനറേറ്റ് ആവണം. അപ്പൊ ഈ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. പേയ്മെന്റ് കഴിഞ്ഞ് അവർ കൺഫേം ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുക. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത്, ചില കോഴ്സുകളെ സംബന്ധിച്ച് അവർക്ക് എടുക്കേണ്ട എല്ലാ പേപ്പേഴ്സും കമ്പൽസറി ആണ്. ഫോർ എക്സാമ്പിൾ MBA 4 സെം ഉണ്ടെങ്കിൽ 4 സെമ്മിലായിട്ടും നിങ്ങൾ എടുക്കേണ്ടുന്ന പേപ്പർ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേ സ്ഥാനത്ത് മറ്റു ചില പേപ്പറുകൾക്ക് കമ്പൽസറിയും അതുപോലെ എലക്റ്റീവ്സും ഉണ്ടാവും. നിർബന്ധമായി പഠിക്കേണ്ട പേപ്പേഴ്സും ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 2-3 പേപ്പേഴ്സ് വേറെയും ഉണ്ടാവും. ആ സാഹചര്യങ്ങളിൽ കമ്പൽസറി പേപ്പേഴ്സ് എന്തായാലും നമ്മൾ എടുത്തേ മതിയാവും. പക്ഷെ എലക്റ്റീവ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന പേപ്പേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതായത് കോഴ്സ് സെലക്ഷനും കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സെമസ്റ്റർ ആയിക്കോട്ടെ, ആ ഒരു ഇയർ ആയിക്കൊള്ളട്ടെ, കുറെ കൂടെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
2-3 സ്റ്റെപ്സിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷനിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെ തന്നെയാണ്. ഇനി പറയാനുള്ളത് പക്ഷേ ഒന്ന് പേയ്മെന്റിന്റെ കാര്യമാണ്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ആണ്, ഓഫ്ലൈൻ ആയിട്ട് ഒരു പേയ്മെന്റ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി മാത്രമേ നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ പേയ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് ഫൈനലി ഈ പേയ്മെന്റ് സപ്പോസ് സ്റ്റക്ക് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡിലേ ആവുകയാണ്, റിഫ്ലക്ട് ആവുന്നില്ല, നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട് പക്ഷേ പൈസ അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ആവില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പാനിക് ആയി വീണ്ടും പേ ചെയ്യുന്നതിന് പകരം ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പം 15-ാം തീയതി ജനുവരി 15 വരെയുള്ള ഈ ഒരു റീ രജിസ്ട്രേഷന്റെ വിൻഡോയിൽ നിങ്ങൾ ഇപ്പൊ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ 1-2 അല്ലെ 10 ദിവസം വെയിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വരാനില്ല. ഇഷ്ടം പോലെ സമയം പിന്നെയും ഉണ്ട്. അതേ സ്ഥാനത്ത് ലാസ്റ്റ് ഡേ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ എല്ലാവരും പാനിക് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് നേരത്തെ പേ ചെയ്യാൻ പറയുന്നത്. നേരത്തെ പേ ചെയ്തിട്ട് എന്തെങ്കിലും ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൊതുവെ ശരിയാവാറുണ്ട്. ഇനി ശരിയാവാത്ത പക്ഷം എന്താണ്, പൈസ ബാങ്കിൽ നിന്ന് പോവാത്തതാണോ ഇനി ഇഗ്നുവിൽ എത്താത്തതാണോ എന്നുള്ള കാര്യങ്ങളും അതൊന്ന് അറിയാൻ സാധിക്കും. എന്നിട്ട് ഒന്നുകൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് റെഡി ആവാറുമുണ്ട്. ഇനി സപ്പോസ് 2 വട്ടം നിങ്ങൾ പേ ചെയ്ത് പോയി എന്ന് കരുതുക, അറിയാതെ എങ്ങനെയാണെങ്കിലും 2 വട്ടം പേയ്മെന്റ് ഇഗ്നുവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു വട്ടത്തെ ഫീസ് അല്ലെ ഒരു പേയ്മെന്റിന്റെ ഫീസ് എന്നുള്ളത് തിരിച്ചു തരുന്നതായിരിക്കും. അതായത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ഒരു കോഴ്സിന് ഇപ്പൊ 17,500 രൂപയാണ് ഫീസ് എങ്കിൽ നിങ്ങൾ 33,000 അല്ലെങ്കിൽ 34,000 രൂപ പേ ചെയ്താലും ആ 17,500 എടുത്തിട്ട് ബാക്കി തുക അവർ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും റീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ പറയാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. റീ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല, പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഇഗ്നുവിലൊക്കെ തന്നെ മറ്റു കോഴ്സുകൾ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. റീ രജിസ്ട്രേഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു കോഴ്സിലേക്ക് ആദ്യം നിങ്ങൾ ഇഗ്നുവിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടുന്ന, അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ചെയ്യേണ്ടുന്ന ഒന്നാണ് റീ രജിസ്ട്രേഷൻ. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ജനുവരി 15 ആണ്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ലേൺവൈസിനെ വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 23ഓളം കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺവൈസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺവൈസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിനായിട്ടും ഇഗ്നുവിലെ വ്യത്യസ്ത കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും എല്ലാം താഴെ നമ്മുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 7592939616. ഈ നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെല്ലൈക്കണും അമർത്തി എല്ലാ അപ്ഡേറ്റും സമയാസമയം ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.